ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ ഡിസൈൻ വരയ്ക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. വരച്ചു കൊടുക്കുന്നത് മറ്റാർക്കുമല്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് തന്നെയാണ്. കുറച്ച് നാൾ ഞാൻ ഈ ആളുടെ പുറകെ നടന്നിട്ടുണ്ട്, ഞാനൊരു ഡിസൈൻ വരച്ച് തന്നോട്ടെ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ ആളെന്താ സമ്മതിച്ചിട്ടേ ഇല്ല. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ആളിങ്ങോട്ട് വന്ന് പറഞ്ഞു, എനിക്കൊരു കുട്ടി ഡിസൈൻ വരച്ചു തരുമോ. പിന്നെ നമ്മൾ നോക്കണോ, പിന്നത്തേക്കാക്കിയോ ഇല്ല. അപ്പം തന്നെ നമ്മൾ ഷടപട എണ്ണീറ്റു ഒരു കുഞ്ഞ് ഡിസൈൻ വരയ്ക്കാനായിട്ട്. ഈ വരച്ചു കൊടുക്കുന്നത് മറ്റാർക്കുമല്ല, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിക്ക് തന്നെയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ആളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 22 ഇയേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പം കല്യാണത്തിന് ശേഷം ഉമ്മ ഇപ്പോഴാണ് എന്നെ കൊണ്ട് നല്ലൊരു മൈലാഞ്ചി ഒരു ഡിസൈൻ വരപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്സാഹമൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡിസൈൻ വരച്ചു തുടങ്ങിയപ്പോൾ ഇത് വീഡിയോ എടുത്തത് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മൈലാഞ്ചി ഇട്ടുകൊണ്ടാണ്. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ശരിക്കും എനിക്ക് എന്താ പറയുക, മൈലാഞ്ചി ഇടാനേ പറ്റിയില്ല ശ്രദ്ധയോടെ. ആ കറക്റ്റ് ടൈമിനാണ് എൻ്റെ സിസ്റ്റർ കോളേജ് കഴിഞ്ഞ് നേരത്തെ വരുന്നത്. സാധാരണ അവൾ വളരെ ലേറ്റായിട്ട് വരുന്ന ആൾ ആ ടൈമിൽ നേരത്തെ തന്നെ എത്തി. അതെന്തോ എനിക്ക് ഭാഗ്യമായിട്ട് തോന്നി. പിന്നെന്താ, ആളെ എങ്ങ് ഏൽപ്പിച്ചു വീഡിയോ എടുക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട്. പക്ഷേങ്കിലോ അവരാരും ലൈക്ക് ചെയ്യില്ല, സബ്സ്ക്രൈബ് ചെയ്യില്ല. അപ്പോൾ ഇനി തൊട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ വരച്ച് ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴേക്കും തുടക്കത്തിലുള്ള ആവേശം എന്താ എൻ്റെ ഉമ്മക്ക് ഇല്ലാണ്ടായി. ക്ഷമ നശിച്ചു, ഇനി ഇരിക്കാൻ വയ്യ. ഞാൻ പിടിച്ചു വെച്ചിട്ടാണ് പിന്നെ മൈലാഞ്ചി ഇട്ട് തുടങ്ങിയത്. എന്താ, നിങ്ങൾ വന്നതല്ലേ, അപ്പോൾ ഇട്ട് തീർത്തിട്ട് പോയാൽ മതി എന്നായി. എന്നാൽ പിന്നെ ഉമ്മ അങ്ങ് സഹിച്ചിരിക്കുകയും ചെയ്തു. പാവമല്ലേ.